മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന പതിവ് പണി തന്നെ ഇന്നും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോറി വേസ്റ്റും കൊണ്ട് വന്ന വണ്ടിയാണ്. ഒന്നാമത് വണ്ടി വന്നത് രാത്രിയായിരുന്നു. അപ്പോൾ റിവേഴ്സ് പോയപ്പോൾ അതിന് റിവേഴ്സ് ലൈറ്റിന് കുറച്ച് വെളിച്ചം കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സൈഡിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ഒന്നാമത് കോറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. അതായത് നമ്മൾ 200 അടി മെറ്റീരിയൽസ് എടുക്കുന്നതിനേക്കാളും ഭയങ്കര വെയിറ്റാണ് വണ്ടിക്ക് വരിക. കാരണം ഫുള്ള് നനഞ്ഞ് ഫുള്ള് അങ്ങനെ സെറ്റായി വരുന്ന സാധനമാണ്. ഈ വണ്ടി ഇന്നലെ രാത്രി വന്നിട്ട് കുടുങ്ങിയതാ. ഇതിൻ്റെ കൂടെ തന്നെ വേറെയും 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ തട്ടിയിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ വെച്ചിട്ട് പോയത്. കാരണം രാത്രി എന്തായാലും ഇവിടത്തേക്ക് വേറെ വണ്ടി കിട്ടൂല. അതുപോലെ ഇത് സ്ഥലമുള്ളത് നമ്മുടെ കേരള കർണാടക ബോർഡർ ബാവലിയിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് വരാനുണ്ട്. കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് റിസോർട്ടിലേക്കാണ് ഇത് കൊണ്ടുവന്നത്. റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വേറെ വണ്ടി കിട്ടാത്തതുകൊണ്ട് ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഇറ്റാച്ചി എല്ലാം വന്നിട്ടാണ് അതിനെ ഇതാക്കാൻ നോക്കുന്നത്. ഇത് വണ്ടി നമ്മുടെ മാനന്തവാടി എടപ്പള്ളി കോറിയിൽ അവരുടെ കോറിക്കാരുടെ സ്വന്തം വണ്ടിയാണ്. അവിടുത്തെ കമ്പനി വണ്ടിയാണിത്. ഇന്നലെ ഇതിൻ്റെ കൂടെ വന്നതും ഇവരുടെ കമ്പനി വണ്ടി തന്നെയായിരുന്നു വന്നത്. മൊത്തം 4-5 വണ്ടിയോളം കമ്പനി വണ്ടി ഉണ്ട്. പോരാത്തിന് ഇപ്പോൾ വണ്ടി കുടുങ്ങിയതിൻ്റെ താഴെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കൈത്തോട് പോകുന്നുണ്ട്. വയൽ കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത് കോറീസ് പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. അപ്പോൾ നമുക്ക് വലിയ കളി നടക്കില്ല. കാരണം തൊട്ട് ബേക്ക് തന്നെ ഒരു പോസ്റ്റും ഉണ്ട്. ആ പോസ്റ്റിന് തൊട്ട് മുമ്പിലായതുകൊണ്ട് കഴിച്ചില്ല. ഈ പോസ്റ്റ് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ 15 രൂപ അതും പോയേനെ. KCBക്ക് നമ്മൾ കൊടുക്കേണ്ട വന്നേനെ. എന്തായാലും ഇത്രേ ആയുള്ളൂ. ഇപ്പം എന്തായാലും ഇറ്റാച്ചി അതിനായിട്ട് കൊണ്ടുവന്നാണിത്. നമ്മുടെ ഈ ഭാഗങ്ങളിൽ മൊത്തത്തിൽ മസ്തേൻ്റെ വണ്ടികൾ കുറവാണ്. ഏഷ്യറാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം ഇവർക്ക് തന്നെ സെൻമാർട്ടിന് അവർക്ക് തന്നെ 2 വണ്ടിയും കൂടി ഉണ്ട് മസ്ത. പിന്നെ ഉള്ളത് ഏഷ്യർ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ പനമരം ഭാഗത്തേക്കൊക്കെ കുറേ മസ്തയുണ്ട്. ഏഷ്യറാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പോരാത്തതിന് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വഴി തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിലൊക്കെ ചോദിച്ചിട്ടാണ് വണ്ടി ആ സൈഡിൽ കൂടെ അവരുടെ പറമ്പിൽ കൂടെ ഇറക്കിയിട്ടാണ് അപ്പുറം കൊണ്ട് കയറ്റിയേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി അവിടെ നിന്ന് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. JCB എന്തായാലും അപ്പുറത്തേക്ക് പാസ്സായി പോകില്ല. ഇറ്റാച്ചി ആയതുകൊണ്ട് നമുക്ക് ആ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറക്കി നമ്മൾ ഒരു വിധത്തിലാക്കി. പിന്നെ സൈഡിൽ ചാലുള്ളതുകൊണ്ട് എന്തായാലും ആ വഴിക്കും ഇറക്കാൻ പറ്റില്ല. നമ്മുടെ താഴത്തെ പറമ്പിൽ കൂടെ ഇറക്കിയിട്ടാണ് നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് എത്തിച്ചേക്കുന്നത്. ഒന്നാമത് ഈ കോറി വേസ്റ്റൊക്കെ നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ട് തട്ടാമെന്ന് നോക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇത് നനയും തോറും അതിൻ്റെ വെയിറ്റ് കൂടിക്കൂടി വരുള്ളൂ, ഇരട്ടി ആവുകയുള്ളൂ. പോരാത്തിന് ഇതിപ്പോൾ ഒരു ദിവസം രാത്രി മൊത്തം ഇവിടെ കിടന്ന ഈ കോറി വേസ്റ്റ് വണ്ടി തന്നെ ലോഡായിട്ട് കിടന്നതാണ്. അപ്പോൾ നല്ല വെയിറ്റാണ്. നമുക്ക് ഒരു വണ്ടി എടുക്കാനോ പിടിപ്പിക്കാനോ ഒന്നും പറ്റില്ല. കാരണം സൈഡിൽ ചെയ്യുന്ന വണ്ടി ചെരിഞ്ഞിരിക്കുന്നു, സൈഡിൽ ചാലുണ്ട്. പിന്നെ മൊത്തം ലോഡ് ഇറക്കിയിട്ട് തള്ളിക്കയറ്റാനേ പറ്റുള്ളൂ വണ്ടി. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതുമല്ല, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മഴ എന്ന് വെച്ചാൽ തോരാത്ത മഴയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു ശക്തിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു സ്ഥലത്തും വണ്ടി കയറില്ല. ഉണങ്ങി കിടക്കുന്ന സ്ഥലം എന്ന് പറയാനില്ല എവിടെയും. അതുകൊണ്ട് പണിയൊന്നും മൊത്തത്തിലില്ല. ഉള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ പോയി കുടുങ്ങുകയും ചെയ്യും. അതൊക്കെയാണ് ഈ മഴക്കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ഈ വഴി എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ടിലേക്കുള്ള വഴിയാണ്. അത് നമ്മുടെ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് റിസോർട്ടുള്ളത്. നേരെ മുമ്പിൽ വയലും പിന്നെ സൈഡിൽ ഫോറസ്റ്റിന് തന്നെ വലിയൊരു കുളമുണ്ട്. എപ്പോഴും പകലും രാത്രിയൊക്കെ ഫുൾ ആന വന്നിട്ട് അവിടെ വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് പകൽ തന്നെ കാണാം. അത്ര ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലം. അപ്പോൾ നല്ലൊരു അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. ഈ റിസോർട്ടിൽ എൻ്റെ വണ്ടിയും ഏകദേശം ഒരാഴ്ചയോളം മണ്ണുപണിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ആ സ്ഥലം റെഡിയാക്കാനും പില്ലറിൻ്റെ ഉള്ളിൽ മണ്ണിടാനും അങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം നമ്മളിവിടെ പണിയെടുത്തിട്ടുള്ള സ്ഥലം തന്നെയാണിത്. പക്ഷെ ഇവിടുത്തെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ വേറെ കോൺട്രാക്ടർമാർ എടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് പിടിക്കുന്നതും വേറെ വണ്ടികൾ തന്നെയാണ്. ഇതിപ്പോൾ കോറി വേസ്റ്റ് ഇടാനും അത് നേരിട്ട് എന്താ കോറിയിലേക്കാണ് വിളിച്ച് ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ വണ്ടികൾ വന്നത്. ഇത് ഹിറ്റാച്ചി നമ്മുടെ ഹ്യൂണ്ടായിൻ്റെ വണ്ടിയാണ് 35. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടത്താം. എന്നാൽ 35 ആണ്. പിന്നെ ഹ്യൂണ്ടായിൻ്റെ വണ്ടിയും കൂടിയാണ്. അപ്പം വർക്ക് നല്ല സ്പീഡായിരിക്കും അതിനകത്ത്. പിന്നെ വണ്ടിക്ക് നല്ല അത്യാവശ്യം നല്ല പവറുണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം ലോഡോടെ കുടുങ്ങിയാലും തള്ളിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി വരും. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. അപ്പം ഇത് തള്ളിയെ കിട്ടാഞ്ഞിട്ടല്ല, ഒന്നാമത് ആ സൈഡ് നല്ലോണം ഇരുന്ന് പോയി തള്ളിക്കഴിഞ്ഞാൽ ആ സൈഡ് ഇടിഞ്ഞ് വണ്ടി അങ്ങോട്ടേക്ക് ചെരിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മൊത്തം ലോഡ്. പിന്നെ ആ തൊട്ടടുത്ത് തന്നെ പോസ്റ്റ് ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോഡ് മൊത്തം ഇറക്കിയിട്ട് തള്ളിക്കയറ്റാൻ നോക്കുന്നത്. ഒന്നാമത് മഴയായിട്ട് കോറിയൊക്കെ അടച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ടുള്ള കോറി തുറന്നിട്ട്. മെയിനായിട്ട് കോറി വേസ്റ്റ് കാര്യങ്ങൾക്കാണ് ഓർഡർ ഉള്ളത്. കാരണം വഴി ഒരു സ്ഥലത്തേക്ക് വണ്ടി പോകാത്തതുകൊണ്ട് വഴിയിലിട്ട് സെറ്റാക്കാൻ വേണ്ടി കോറി വേസ്റ്റിനാണ് കുറച്ചെങ്കിലും ഓർഡറായി വരുന്നത് ഇപ്പോൾ. അതും ഇങ്ങനത്തെ ഒരു സൈറ്റിൽ പോയി കൊടുക്കും. കോറി വേസ്റ്റ് ഇട്ടിട്ട് തന്നെ നമ്മൾ ചെല്ലുന്നപ്പോൾ നമ്മൾ കുടുങ്ങുന്നുണ്ട്. അപ്പോൾ കോറി വേസ്റ്റും കൂടി ഇല്ലാത്ത ചെളിയുള്ള വഴി കൂടെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ധൈര്യത്തിൽ പോകാൻ പറ്റില്ല. എവിടെയാണ് എങ്ങനെയാണ് കുടുങ്ങാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
പിന്നെ അതുമല്ല കോറിവേസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഒരു സൈറ്റിലും പോകാൻ പറ്റില്ല. അത്യാവശ്യം ഉറച്ച സ്ഥലമാണെങ്കിൽ നമുക്ക് കോറിവേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കയറിച്ചില്ല. അപ്പോൾ അല്ലാണ്ട് ഈ ചെളിയിൽ കോറിവേസ് കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. അവിടെ കിടന്ന് കുഴവഴാന്നായിട്ട് വണ്ടി കയറുമ്പോൾ അങ്ങോട്ട് സൈഡിലേക്ക് തിരിയുള്ളൂ. ചെളിയിൽ കൊണ്ടിട്ടിട്ട് ഒരു കാര്യം, പരമാവധി ചെളിയൊക്കെ വടിച്ച് കളഞ്ഞിട്ടിടുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ലോഡൊക്കെ ഏകദേശം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് തള്ളിയിട്ടും വണ്ടി കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ വണ്ടിയുടെ ഹൗസിങ് വരെ അവിടെ കുത്തിപ്പോയി. അതുകൊണ്ട് വണ്ടി വെറുതെ നിന്ന് കറങ്ങാന്നല്ലാണ്ട് വണ്ടി നമുക്ക് കയറ്റാൻ പറ്റില്ല. തള്ളിയിട്ടാണെങ്കിലും പറ്റുന്നില്ല. കാരണം ഒന്നാം സൈഡിലോട്ട് വണ്ടി ചെറുങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതല്ല ഹൗസിങ് കുത്തിയതുകൊണ്ട് നമ്മൾ എത്ര കളിച്ചിട്ടും കാര്യമില്ല. ഇതിപ്പോൾ വലതുവശത്താണ് വണ്ടി ഏറ്റവും കൂടുതൽ താഴേക്കുന്നത്. അപ്പോൾ നമുക്ക് വലതുവശത്താണെങ്കിൽ നമുക്കൊരു പവർ വണ്ടിക്ക് തള്ളൽ കൊടുക്കാനും പറ്റില്ല. കാരണം പോസ്റ്റ് ഉള്ളതുകൊണ്ട് വലത്തേക്ക് നമുക്ക് ഒരു പവർ കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇതിപ്പോൾ നമ്മൾ കയറ്റിയത് തന്നെ ബേക്കിൽ നിന്ന് ഇറ്റാച്ചിയും തള്ളി ഫ്രണ്ടിൽ ഈ ഇറ്റാച്ചി കൊണ്ടുവന്ന ട്രാക്ടർ അവിടെ ഉണ്ട്. ആ ട്രാക്ടറും കൊണ്ട് കെട്ടി വലിച്ചിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി കയറ്റിയത്. ആ കെട്ടി വലിക്കുന്ന സമയത്ത് നല്ല മഴയായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ വണ്ടി വലിച്ച് കയറ്റിയിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് ഒന്നാമത് പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഓട്ടം വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് ഒന്നാമത് കുറേ പിടിപ്പിച്ച് അതിൽ എണ്ണ നല്ലോണം കത്തും. നമ്മൾ സാധാ പോകുന്നതിനേക്കാൾ എണ്ണ കത്തും. പിന്നെ ഇപ്പോൾ ഇറ്റാച്ചീൻ്റെ ചിലവ് വന്നു. ഇറ്റാച്ചി കൊണ്ടുവന്ന ട്രാക്ടറിന് ഷിഫ്റ്റിംഗ് ചാർജ് വന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ്. പാർട്ടി നല്ലതാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്തെങ്കിലും ചെയ്യും, അവർ പൈസ ഇറക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. ചിലയിടത്താണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ട് രണ്ടുപേരും കൂടെ ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പക്ഷേ ഈ ഒരു ഫീൽഡിൽ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. കാരണം മണ്ണിൻ്റെ ഘടന എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ എന്തായാലും സേഫായിട്ട് കയറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.